തിരുവനന്തപുരം ശ്രീകാര്യത്ത് കുപ്രസിദ്ധ ഗുണ്ടയെ വീട്ടിൽ കയറി കീഴ്പ്പെടുത്തി പോലീസ്. നിരവധി കേസുകളിൽ പ്രതിയായ അതുലാണ് പിടിയിലായത്. പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ശ്രീകാര്യത്തെ അതുലിന്റെ വീട്ടിലെത്തിയാണ് പോലീസ് അതിസാഹസികമായി ഇയാളെ പിടികൂടിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് വെച്ചാണ് അതുൽ എന്ന കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടിയത്. അയാളുടെ വീട്ടിൽ വെച്ച് പോലീസ് കാര്യക്ഷമമായ ഒരു ഇടപെടലിലൂടെ പിടികൂടുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഷഫീദ് റാവത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, എപ്പോഴായിരുന്നു ഇങ്ങനൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? എന്താണ് വിശദാംശങ്ങൾ? അതിനായി ശ്രീകാര്യം, മണ്ണന്തല മെഡിക്കൽ കോളേജ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്ന കുപ്രസിദ്ധ ഗുണ്ടയാണ് പോലീസ് അർദ്ധരാത്രി വീട് വളഞ്ഞ് കീഴ്പ്പെടുത്തിയത്. ഇയാളെ പല കേസുകളുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നിരീക്ഷണത്തിലും പോലീസ് ഇയാളെ തിരയുകയുമായിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ശ്രീകാര്യം സ്വദേശിയാണ് അതുല്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 11 വെളുപ്പിനെ ഒരു ഊബർ ടാക്സി ഡ്രൈവറെ, അനുരാജ് എന്നായിരുന്നു അയാളുടെ പേര്, അയാളെ ഓട്ടം വിളിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച പണം തട്ടിയ കേസിലെ പ്രധാന പ്രതിയാണ് അതുല്. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അതുലിനെ പിന്നീട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ശ്രീകാര്യം കരിമ്പുംകോണത്തെ വീട്ടിലെത്തി. രാത്രിയായിരുന്നു, രഹസ്യ ഓപ്പറേഷൻ ആയിരുന്നു. വീടിന്റെ വാതിൽ പൂട്ടി ഇയാൾ അതിനകത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. വീടിന്റെ പിൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് പോലീസ് അകത്ത് കയറി ഇയാളെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പല പ്രാവശ്യം പോലീസ് പിന്നാലെ ഉണ്ടെന്നറിഞ്ഞ് സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട അതുല് ശ്രീകാര്യം കരിമ്പുംകോണത്തെ വീട്ടിൽ ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മണ്ണന്തല SHO അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട് വളഞ്ഞ് ഈ പുറകുവശത്തെ വാതിൽ ചവിട്ടി പൊളിച്ച് ഇയാളെ പിടികൂടുന്നത്. ഇയാൾക്കെതിരെ മറ്റു ചില കേസുകൾ കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെയുണ്ട്. ആ കേസുകളിലടക്കം ഇയാളെ നിയമ നടപടിക്ക് വിധേയമാക്കും. ഏതായാലും നിലവിലത്തെ കേസിൽ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ്. ഇതെല്ലാം ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.